പാഠം 7. പല രൂപത്തിലുള്ള സ്നേഹം. ഹലോ. വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. ഒരു 3 ദിവസത്തേക്കായി ഞാൻ ഓഫീസിലേക്ക് വരില്ല കേട്ടോ. ഇന്നും നാളെ മറ്റന്നാളും. അല്ല, എന്താ പറ്റിന്നൊക്കെ ചോദിച്ചാ, മോഹനേട്ടന് ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് പോവാ. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. മറ്റന്നാൾ രാത്രിയിലേ വരുള്ളൂ. എനിക്കകം ഭ്രാന്ത് പിടിക്കാൻ വിദ്യ. കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞങ്ങളിങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. മോഹനേട്ടനാണെങ്കിൽ അതിലൊന്നും ഒരു വിഷമവും ഇല്ല. മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗ് അല്ലേ, അവിടെ പോയിട്ട് ആളാവണം. ഈ ഒരു മാനസികാവസ്ഥ ഞാൻ ഓഫീസിൽ നിന്നിട്ട് കാര്യമില്ല. നീ കാര്യങ്ങളൊക്കെ നോക്കിയോളണേ. ശരി. എന്റെ ഷർട്ട് മുണ്ടൊക്കെ തേച്ച് വെച്ചോ? ഉച്ച കഴിഞ്ഞാലേ പോകുന്നുള്ളൂ. പഴയ ഷർട്ട് മുണ്ട് തേച്ച് നോക്കുന്ന എന്തിനാ? അതെന്ത് വർത്താനാ ഭാമേ, മണി 8 കഴിഞ്ഞല്ലോ. ഇതൊക്കെ പെട്ടിയിലാക്കി വെച്ചിട്ട് വേണം എനിക്ക് ആഫീസിൽ പോകാൻ. ഉച്ചയ്ക്ക് 1 മണി വരെ ശ്വാസം വിടാതെ ജോലി ചെയ്താലേ ആഫീസിലെ കാര്യങ്ങളൊക്കെ തീരൂ. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് ചോറുണ്ട് കഴിയുമ്പോഴേക്കും മണി 2 ആവും. 2 മണിക്ക് തന്നെ ഇവിടെ നിറങ്ങിയാലേ 3 മണിക്കുള്ള തിരുവനന്തപുരം ബസ്സിൽ എനിക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുന്നത്. ആഫീസിൽ പോകുമ്പോ ഈ പെട്ടി കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. പോയതിനു ശേഷം ഷർട്ട് മുണ്ടും തേച്ച് പെട്ടിക്കകത്ത് വെച്ചാ പോരെ. അത് പറ്റില്ല. എന്താ? പെട്ടിയിലെ ഓരോന്നും ഞാൻ തന്നെ എടുത്തു വെച്ചാലേ ശരിയാവും. നിന്നെ ഏൽപ്പിച്ചാൽ ഒടുവിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുമ്പോ വിചാരിച്ചൊന്നും ഇതിനകത്തുണ്ടാവില്ല. ഇത്രയും കാലം മോനേട്ടന്റെ സകല കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത് ഞാനാണ്. എന്നിട്ട് വല്ല കുറവുണ്ടായോ? അതുപോലെ അല്ലല്ലോ. ഞാൻ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതും റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകുമ്പോ എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ എടുക്കണം. ഈ ആവേശം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ അമേരിക്കയിലേക്കോ ആഫ്രിക്കയിലേക്കോ പോകണം തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും തിരുവനന്തപുരം പോകാറുണ്ട്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. തിരുവനന്തപുരത്ത് പോകുന്നു എന്നുള്ളതിലല്ല കാര്യം, എന്തിന് തിരുവനന്തപുരത്ത് പോകുന്നു എന്നുള്ളതിനാണ്. ഈ ജില്ലയിൽ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയുടെ ചർച്ചയ്ക്കായിട്ടാണ് ഞാൻ പോകുന്നത്. ഭാമേ, നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആരൊക്കെയാണെന്നറിയാമോ? റവന്യൂ മന്ത്രി, റവന്യൂ സെക്രട്ടറി, ജില്ലാ കളക്ടർ, ഈ ജില്ലയിൽ നിന്നുള്ള തഹസിൽദാർമാർ, പിന്നെ വില്ലേജ് ഓഫീസറായി കെ മോഹനേഷ് സാർ മാത്രം. ഇത്രയും അധികം വില്ലേജ് ഓഫീസർമാരുണ്ടായിട്ടും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കെ മോഹനേഷ് സാറിനെ മാത്രം വിളിച്ചത് എന്തുകൊണ്ടാണ്? എന്റെ കഴിവും സാമർഥ്യവും അറിയാവുന്നത് കൊണ്ട്. പിന്നെ തഹസിൽദാരും മോഹനേട്ടൻ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണ്. അപ്പൊ തഹസിൽദാർ സോപ്പിട്ട് കാര്യം നേടി. നീ അങ്ങനെ പറയൂ. കാരണം ഞാൻ വലിയ ആളാകുന്നതിൽ നിനക്ക് അസൂയാണല്ലോ. ഇതിലിപ്പോ എന്താണ് ഇത്ര വലിയ ആളാവാനുള്ളത്? 10-30 പേര് പങ്കെടുക്കുന്ന ഒരു യോഗം, അതിനകത്ത് ഒരാൾ മാത്രല്ലേ മോഹനേട്ടൻ? അതെ, പക്ഷേ ആ 30 പേരിൽ വില്ലേജ് ഓഫീസറായി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നീ ഓർക്കണം. നാളെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന റവന്യൂ മന്ത്രി ഓരോരുത്തരായി പരിചയപ്പെടില്ലേ? അപ്പോഴാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ ഒരു വില്ലേജ് ഓഫീസറും പങ്കെടുക്കുന്നുണ്ടല്ലോ എന്നറിയുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രി അതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പോ തഹസിൽദാർ എന്ത് പറയും എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സാർ, മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറാണെങ്കിൽ ആളും എടുക്കണ. റവന്യൂ വകുപ്പിലും ഈ ജില്ലയിലും ഇതിനേക്കാൾ കേമനായ വേറൊരു ഉദ്യോഗസ്ഥനില്ല. ആള് സത്യസന്ധന എന്നൊക്കെ ആയിരിക്കില്ലേ പറയാൻ പോകുന്നത്.
അതോടെ മന്ത്രിക്ക് ഭയങ്കര സന്തോഷം. ഉറപ്പായി. അപ്പൊ തന്നെ മന്ത്രിയുടെ ഇളയ മോളെ മോനിട്ട് കെട്ടിച്ചേരുകയും ചെയ്യും. നിന്നെ നേരത്തെ കെട്ടിയെടുത്ത അതിന് സാധ്യം ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ കെട്ടിക്കൊണ്ട് മോഹനന്റെ ലാഭം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഭാര്യയുടെ മനസ്സറിയാതെ ഭാര്യ ഇങ്ങനെ ഒറ്റയ്ക്കിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്ന ഭർത്താവിനെ കെട്ടിയത് കൊണ്ട് നഷ്ടം ഉണ്ടായത് മുഴുവൻ എനിക്കാണ്. 3 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അതറിയോ മോനോടന്? ആമേ, വലിയ ആളുടെ ഭാര്യ ആകണമെങ്കിൽ ഇത്തരം ചെറിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും നമ്മൾ. മനുഷ്യന്റെ മനസ്സ് മനസ്സിലാവില്ല. പിന്നെ ഉത്തമനോട് എന്താണ്? ഉത്തമനോട് വർത്താനം പറയാൻ സമയം കളയരുത്. ഷർട്ടും മുണ്ടും തേച്ച് പെട്ടിയിൽ വെച്ചിട്ട് എനിക്ക് ആഫീസിൽ പോകാൻ പറ്റൂ. ചെല്ല്, പോയിട്ട് വേഗം വാ, പോയിട്ട് വാ. നമസ്കാരം വക്കീലെ. പിന്നെ ആ പുരുഷോത്തമ ചേട്ടന് കേസിന്റെ കാര്യത്തെ പറ്റി എന്തോ സംശയമുണ്ട്. ഇന്ന് വക്കീൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനിന്ന് വക്കീൽ ഓഫീസിൽ പോകുന്നില്ല ഉത്തമ. അയ്യോ, എന്ത് പറ്റി വക്കീലെ? ലീവാണാ? ലീവ് എടുത്തു. ഉത്തമ, ഓ, ഞാൻ ഉത്തമനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കേ. ഉത്തമൻ ഇപ്പോൾ വന്നത് എന്തായാലും വളരെ നന്നായി. എന്താണ് സാറേ കാര്യം? ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് പോവുകയാണ്. തിരുവനന്തപുരത്തിന്? ഈ ജില്ലയിലെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കുന്ന സർക്കാർ പദ്ധതിയുടെ വിശദീകരണ യോഗം. കളക്ടറും തഹസിൽദാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസറായി കെ മോഹനൻ സാർ മാത്രം. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് യോഗം. റവന്യൂ മന്ത്രിയും റവന്യൂ സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവും. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ കാണാനും പരിചയപ്പെടാനും പറ്റുന്ന ഒരു അവസരമാണല്ലോ. ഓ, എന്റെ അമ്മോ, സാറിന്റെ ഒരു ഭാഗ്യം തന്നെ കേട്ടാ. അങ്ങനെ ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല, ഭയങ്കര ഭാഗ്യം, മഹാഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ യോഗത്തിൽ വില്ലേജ് ഓഫീസറായി കെ മോഹനേഷ് സാർ മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ രാത്രിയിലേ ഞാൻ വരും. അതുവരെ ഭാമയുടെ ഒറ്റയ്ക്കാണ്. വൈകിട്ട് 5:30 ആകുമ്പോൾ പ്രഭാകരൻ ചേട്ടന്റെ ഭാര്യ വിലാസിനി ചേച്ചി ഇവിടെ വരും. രാത്രി അവർ കൂട്ടുണ്ടാവും. എന്നാലും ഉത്തമന് ഇവിടത്തെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. അതെന്ത് വർത്താനാണ് സാറേ? എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വക്കീൽ ഫോൺ എടുത്ത് ഇങ്ങോട്ട് വിളിച്ചാ പോരെ? ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരൂലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വക്കീൽ വിളിച്ചില്ലെങ്കിൽ കൂടി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യങ്ങൾ അന്വേഷിച്ചോളാം. പോരെ സാറേ? മതി. അപ്പൊ ശരി ഉത്തമ, തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അടുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ശരി. മോഹൻ സാർ ഒരു മഹാഭാഗ്യം ചെയ്ത ആള് തന്നെ. റവന്യൂ മന്ത്രി വലിയ വലിയ ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിലെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിന് പോയത് കൊണ്ട് മാത്രം ഒരാളും വലിയ ആളാവില്ല. 3 ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് തല ഇറങ്ങിക്കൊണ്ടിരിക്കുക. നോക്കി, വില്ലേജ് ഓഫീസർക്ക് വല്ല കുലുക്കോട്ടൊന്ന്. തഹസിൽദാർ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ മുതലേ എന്തോ സ്വർഗം കിട്ടിയ പോലെ നടന്നോണ്ടിരിക്കുക മോനട്ട്. എന്ത് പറഞ്ഞാലും തിരുവനന്തപുരം 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 ഇത് മാത്രമേ പറയാനുള്ളൂ. എന്റെ പ്രയാസമൊന്നും മൈൻഡ് ചെയ്യുന്നുകൂടിയില്ല. അല്ല വക്കീൽ, അതിപ്പോ ഒരു സർക്കാർ കാര്യമല്ലേ, സാറിന് പോകാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഹൈക്കോടതി കേസുകൾ കിട്ടിയപ്പോ ഞാൻ എത്ര പ്രാവശ്യം പോകാതിരുന്നിട്ടുണ്ട് ഉത്തമ. അതെന്തുകൊണ്ടാ? മോഹനേട്ടൻ ഒറ്റയ്ക്കായി പോവുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ട്. പക്ഷെ തിരിച്ചങ്ങനെ ഒരു സ്നേഹം മോഹനേട്ടനില്ല. മോഹനേട്ടൻ എപ്പോഴും വലിയ ആളാവണം, അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ ചങ്ക പറിച്ച് സ്നേഹിക്കുന്നൊക്കെ വെറുതെ. വില്ലേജ് ഓഫീസർക്ക് സ്വന്തം കാര്യത്തിനപ്പുറം വേറെ ഒന്നുമില്ല. പിന്നെ എന്നാ പിന്നെ വക്കീലിനും കൂടെ പോകാമായിരുന്നല്ലോ. എന്നെ കൊണ്ടുപോകില്ലല്ലോ, അതൊക്കെ ഭയങ്കര ചെലവല്ലേ. എന്തായാലും പോയിട്ട് വരട്ടെ. ഇനി എനിക്കും കിട്ടും അവസരം. ഒന്ന് മോനോട്ട് പഠിക്കും, നോക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ ശരി. ഉത്തമ പോയോ? നിനക്ക് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഉത്താനെ വിളിച്ച് പറഞ്ഞാൽ മതി. അതിനായിട്ട് നീ കടയിലേക്ക് ഒന്ന് പോകാൻ നിൽക്കണ്ട. ഓ, അത്രയെങ്കിലും സഹായം ചെയ്യാൻ തോന്നിയില്ലോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? വിലാസിനി ചേച്ചി വൈകിട്ട് 5:30 ആകുമ്പോൾ വരും. രാവിലെ അത്യാവശ്യം അടുക്കള ജോലിയൊക്കെ സഹായിച്ചിട്ടേ അവർ പോവും. മോഹനന്റെ ഇവിടെ ഇല്ലാത്തപ്പോ അടുക്കള പിന്നെ എനിക്കെന്ത് പണിയാ?
ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്നതും അടുക്കളയിൽ കയറുന്നതും അല്ല മോഹനേട്ടന് വേണ്ടിയിട്ടാണ്. മോഹനേട്ടനോട് ആഫീസിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ പണി? നീ 2 ദിവസത്തേക്ക് വക്കീൽ ആഫീസിൽ പോകണ്ട എന്ന് വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനോ മോഹനേട്ടൻ പോയി കഴിഞ്ഞ പിന്നെ എനിക്ക് എന്തോ ഒരു രസം. രാവിലെ കോടതി പോകും തന്നെ വൈകിട്ട് തിരിച്ചു വന്ന് മോഹനേട്ടന്റെ കൂടെ ഇരിക്കാലോ എന്ന് ഓർത്തിട്ടോ. കോടതി തിരിച്ചു വരുമ്പോ മോഹനേട്ടൻ ഇവിടെ കാണില്ല എന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭാമേ, ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. നമ്മുടെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസർക്കും കിട്ടാത്തൊരവസരം എനിക്ക് കിട്ടുമ്പോ നീ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? അതിന് പകരം നീ ഇങ്ങനെ മാറി തിരിഞ്ഞ് മോന്തി പിറപ്പിച്ചാലോ? വെറുതെ സംസാരിച്ച സമയങ്ങളാതെ പോയി ഷർട്ടും മുണ്ടും തേച്ച് വെക്ക്. നീ ആ ഷർട്ടും മുണ്ടും തേച്ച് വെച്ചതിന് ശേഷമാണ് എനിക്ക് അതെടുത്ത് ഈ പെട്ടിക്കകത്ത് വെച്ചതിന് ശേഷം ഓഫീസിലേക്ക് പോകാൻ. ദുഷ്ടൻ. എന്താ? ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഷർട്ട് മുണ്ട് തേക്കാൻ അടുക്കള പണി ചെയ്യാനുമായിട്ടുമാണല്ലോ മോഹനേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. ആ ഫോൺ എടുക്ക. എനിക്ക് സൗകര്യമില്ല. നല്ല അനുസരണ. ഭാമേ, ഇപ്പൊ എനിക്ക് സന്തോഷമായല്ലോ. എന്ത്? തഹസിൽദാരെ വിളിച്ചത്. തിരുവനന്തപുരത്തിന് ഞാൻ ചെല്ലേണ്ട പകരം തലക്കുളം വില്ലേജ് ഓഫീസർ ഏലിയ സാറാണ് പോകുന്നതെന്ന്. എന്റെ പോകുന്ന സന്തോഷം കണ്ടോ? എന്റെ ഈ യാത്ര എങ്ങനെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞ് നീ രാവിലെ മുതൽ പ്രാർത്ഥന തുടങ്ങിയാണല്ലോ. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. കാര്യമായിട്ടാണ് പറയണേ. പിന്നെ ഇത്തരം കാര്യത്തിലാണോ തമാശ പറയുന്നത്? ഏലിയ സാറിന്റെ കയ്യില് ഫയലൊക്കെ കൊടുത്തേക്ക്. സാറാ തിരുവനന്തപുരത്ത് പോകുന്നതെന്ന് തഹസിൽദാർ ഇപ്പൊ പറഞ്ഞു. ഭർത്താവ് വലിയ ആളാകുന്നത് സഹിക്കാൻ കഴിയാത്തൊരു ഭാര്യയാണല്ലോ നീ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തു. മോഹനേട്ട വലിയ ആളാവുന്നതിൽ എനിക്ക് എന്ത് വിഷമുണ്ടാവാനാ മോഹനേട്ടാ? പക്ഷെ 2 ദിവസത്തേക്ക് മോഹനേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമായതുകൊണ്ടല്ലേ. അതെനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് തോന്നുന്നു. മോഹനേട്ടൻ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജോലിയാണല്ലോ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ല വേണ്ടത്. മോഹനേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ യാത്ര എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയേനെ. ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് പോകാനെങ്കിലും നോക്കിയേനെ. അതിനൊക്കെയാ നമ്മൾ സ്നേഹം എന്ന് പറയണത്. മോഹനേട്ടനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം വന്നപ്പോ എനിക്ക് വിഷമമുണ്ടായി. എന്റെ വിഷമം കണ്ടപ്പോ ദൈവത്തിന് തോന്നി എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. അതുകൊണ്ട് ദൈവമായിട്ട് മുടക്കിയതാണ് ഈ യാത്ര. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. നീ പറയുന്ന കേട്ടാ മുഴുവൻ നേരവും നിന്നെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്നതാണ് സ്നേഹം തോന്നുമല്ലോ. മനുഷ്യർക്കൊക്കെ അവരുടെ ജോലികളുണ്ട്. അത് മുടക്കിയിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. ഒരു സ്നേഹത്തിന്റെ കഥ കൊണ്ടു നീ. എന്റെ ഈശ്വര, എന്റെ വലിയൊരു പ്രശ്നം നീയായിട്ട് പരിഹരിച്ചു. താങ്ക്സ്. ഓ, ഹലോ. ആ ഉത്തമ, ഞാന്. എന്താക്കില്ലേ? അതെ, മോഹനേട്ടന്റെ പോക്ക് മുടങ്ങി. പോക്ക് മുടങ്ങിയ? ആ, മോഹനേട്ടന് പകരം തലക്കുളം വില്ലേജ് ഓഫീസർ ഏലിയ സാറാണ് പോകുന്നത്. ഓ, ഇപ്പൊ തഹസിൽദാരെ വിളിച്ചു പറഞ്ഞു. അയ്യോ, അതെന്തു പറ്റി? എന്ത് പറ്റാൻ? ഈ ഏലിയ സാറിന് താലൂക്ക് ഓഫീസിലൊക്കെ നല്ല പിടിപാടാ. അതുപയോഗിച്ച് അടിച്ചെടുത്തായിരിക്കും. എന്റെ മോഹനേട്ടൻ ഇങ്ങനെ ആളുകളെ സോപ്പിടാനൊന്നും പോവില്ലല്ലോ. എന്തായാലും വക്കീലിന്റെ വലിയൊരു പ്രശ്നം ഒഴിവായി കിട്ടിയല്ലോ. ശരിയാ. ഞാൻ പ്രാർത്ഥിച്ച് മുടക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മിക്കിട്ട് കയറാൻ വന്നു. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇന്നൊരു ദിവസം മുഖം വീർപ്പിച്ചൊക്കെ നടക്കുമായിരിക്കും. അതൊന്നും സാരില്ല ഉത്തമ. മോഹനേട്ടന്റെ അടുത്തുണ്ടെങ്കിൽ പിന്നെ വഴക്കുണ്ടാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഇന്നും നാളെയും മറ്റന്നാളും എന്റെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് ഉത്തമനെ ഏർപ്പാടാക്കിയതല്ലായിരുന്നു വില്ലേജ് ഓഫീസർ. അത് വേണ്ടെന്ന് പറയാനും കൂടിയാണ് ഞാനിപ്പോ വിളിച്ചത്. ഓ, അപ്പൊ ശരി. ഓ, ശരി.
പാവം മോഹനേഷ് സാർ. ആ ഈ ഫയല് ഇന്ന് തിരുവനന്തപുരത്തിന് പോകുമ്പോ കൊണ്ടുപോകാനായിട്ടുള്ളതാ. തലക്കുളം വില്ലേജ് ഓഫീസർ ഏലിയ സാറ് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഈ ഫയല് ഏലിയ സാറിന്റെ കയ്യിൽ കൊടുക്കണമെന്നാണ് തഹസീൽ പറഞ്ഞത്. ഞാൻ ഒന്ന് കുളിക്കാൻ പോവാ. അതിനിടയിൽ ഏലിയ സാർ വരികയാണെങ്കിൽ ഇതങ്ങ് കൊടുത്തേക്കണം. ഒരു വില്ലേജ് ഓഫീസർ വേറൊരു വില്ലേജ് ഓഫീസർ വീട്ടിൽ വരുന്ന നേരം നോക്കി തന്നെ കുളിക്കാൻ കയറുന്നത് എന്തൊരു മര്യാദയുടെ മോനോട്ടാ. ഏലിയ സാർ ഇപ്പൊ വരുമെങ്കിലും മോഹനോട് തന്നെ ഇത് കൊടുക്കുന്നല്ലേ നല്ലത്. അങ്ങനെ ഏലിയ സാർ വരുന്ന നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് സമയത്ത് ഓഫീസിൽ പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പോലെ അല്ല, കൃത്യനിഷ്ഠയുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇത് കൃത്യനിഷ്ഠ അല്ലാതെ എനിക്ക് മനസ്സിലായല്ലോ. സ്വന്തം അവസരം തട്ടിയെടുത്ത ശത്രുവായ വില്ലേജ് ഓഫീസറെ നേർക്ക് നേർ കാണാനുള്ള പ്രയാസം. പക്ഷേ എനിക്ക് ദൈവമാണല്ലോ ആ വില്ലേജ് ഓഫീസർ. ഏലിയ സാറിന് നല്ലത് മാത്രമേ വരുത്താവുള്ളൂ. ഈശ്വരാ, ഇത്ര ഇവിടെ എത്തിയോ? നമസ്കാരം. നമസ്കാരം. മോഹനേഷനൊന്ന് കാണാൻ വന്നതാ. ഞാൻ ഏലിയാസ്, തലക്കുളം വില്ലേജ് ഓഫീസറാണ്. ആ, മോഹനട്ട് പറഞ്ഞിരുന്നു സാറ് വരുമെന്ന്. ആള് കുളിച്ചോണ്ടിരിക്കുക. ഈ ഫയലിന്റെ കാര്യത്തിനല്ലേ? അതെ. തഹസീൽദാർ അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോ ഞാനിവിടെ അടുത്തൊരിടത്തുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വില്ലേജ് ഓഫീസ് പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വന്ന് ഫയൽ വാങ്ങുന്നതല്ലേ എളുപ്പം. സാറ് കയറിയിരിക്കുവാണെങ്കിൽ ഞാനൊരു ചായ എടുക്കാം. ഒരു 5 മിനിറ്റോട് മോഹനട്ട് കുളിച്ചിട്ട് വരികയും ചെയ്യും. അയ്യോ, ഒട്ടും സമയമില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോകുന്ന കാര്യം ഇപ്പോഴല്ലേ തീരുമാനിച്ചത്. ഒരുക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഒക്കെ ചെയ്യാൻ. എന്തായാലും സത്യഭാമ കാരണം എനിക്ക് ലോട്ടറി അടിച്ചു. എല്ലാറ്റിനും കാരണം സത്യഭാമയാണെന്നാ തകർച്ചയാര് പറഞ്ഞത്. ഞാനോ? കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചല്ലേ മോഹനകൃഷ്ണ പോകുന്നതെന്ന്. പക്ഷെ അന്ന് മുതൽ മോഹനകൃഷ്ണൻ തകർച്ചയാരുടെ കാല് പിടിക്കുക, എങ്ങനെയെങ്കിലും ഈ യാത്ര ഒഴിവാക്കാൻ. കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ സത്യഭാമയെ പിരിഞ്ഞിരുന്നിട്ടില്ല. അത് പ്രയാസമാണ്, എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഒരു 100 പ്രാവശ്യമെങ്കിലും മോഹനകൃഷ്ണൻ വിളിച്ചെന്നാ തകർച്ചയാർ എന്നോട് പറഞ്ഞത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസ് നേരിട്ട് എന്ന് മോഹനകൃഷ്ണൻ പിന്നെയും കാല് പിടിച്ചു. മോഹനകൃഷ്ണന്റെ പ്രയാസം കണ്ട് മനസ്സലിഞ്ഞ ഒടുവിൽ പകരം ആള് വിടാൻ തഹസീൽദാർ തീരുമാനിച്ചത്. ജോലി എന്ന് പറഞ്ഞ മോഹനകൃഷ്ണൻ ജീവനാ. അതിനേക്കാൾ ജീവൻ സത്യഭാമയാണെന്ന് പറഞ്ഞ തഹസീൽദാർ ചിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ വരട്ടെ. വൈകിട്ട് 3-ന്റെ ബസ്സിന് ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണെന്ന് മോഹനകൃഷ്ണനൊന്ന് പറഞ്ഞേക്കാം. ശരി. കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കുളിച്ചില്ലേ? അല്ല, വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനിന്ന് തിരുവനന്തപുരത്ത് പോകുന്നില്ല എന്നുള്ള കാര്യം സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിനൊന്ന് വിളിച്ച് പറയണം. സാറിന്റെ സ്ഥലം അളക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചിരുന്നു. തിരുവനന്തപുരത്തിന് പോകാനുള്ളത് കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ പ്രശ്നമില്ലല്ലോ. നിന്റെ കയ്യിലുണ്ടോ ദാമോദര സാർ നമ്പർ? ഇല്ല. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ കാണില്ലല്ലോ. എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യവും നിന്നെ കൊണ്ടാവില്ല. നീ പ്രാഗിയാണല്ലോ. എനിക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ള ഏറ്റവും നല്ല അവസരം ഇല്ലാതായി പോയത്. അതെ, നോക്കിയോ, എനിക്ക് ഇങ്ങോട്ട് ഒരു അവസരം. നിനക്ക് നല്ല കേസ് കിട്ടുമ്പോ ഞാനും പ്രാർത്ഥിക്കും.
അതങ്ങ് മുടങ്ങി പോണേന്ന്. ഈ നാടകം കളി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂട്ടെ? ആടോ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മോഹനേട്ടന്റെ യാത്ര മുടങ്ങിയതല്ലേ? പിന്നെ അല്ലാതെ അല്ലാതെ മോഹനേട്ടൻ തകസ്താരുടെ കാല് പിടിച്ചൊഴിവായതല്ല. ഏലിയ സാർ സകല കാര്യം എന്നോട് പറഞ്ഞു. മോഹനയുടെ തകസ്താരെ പലവട്ടം വിളിച്ചതും ഇന്നലെ ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ പോയി കണ്ടതുമെല്ലാം. എന്തിനെങ്ങനെ നാടകം കളിച്ചേ? എന്നെ പിരിഞ്ഞു നിൽക്കാൻ മോഹനേട്ടനും പ്രയാസമാണെന്ന് മോഹനേട്ടൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് എന്ത് സന്തോഷമായനെ. അതിനു പകരം അതാ തകസാറിനോട് പോയി പറഞ്ഞിരിക്കുന്നു. ചോദിച്ചിന് മറുപടി പറയാത്തെന്താ? ഞാൻ പറഞ്ഞുപോയോ? അതിപ്പോ നിന്നെ പിരിഞ്ഞിരിക്കാൻ വിഷമാണെന്ന് ഞാനും കൂടി സമ്മതിച്ച നീ എന്നെ കളിയാക്കില്ലേ? അത് മാത്രമല്ല, ഇനി നമ്മൾ വഴക്കുണ്ടാക്കുമ്പോ നീ പറയും നീ എന്റെ പാട്ടിന് പോകുന്നത്. അവൻ ചിലപ്പോ പേടിച്ചാലോ? തഹസീൽദാരായിട്ട് എന്നെ ഒഴിവാക്കി നിറഞ്ഞ പിന്നെ പ്രശ്നമല്ലോ. ഇതുപോലൊരു വിചിത്ര മനുഷ്യൻ ഈ ലോകത്ത് വേറെ കാണില്ല കേട്ടോ. ആ, ഭർത്താവിന് ഭാര്യയോട് ഒടുക്കത്തെ സ്നേഹമാണെന്ന് ഭാര്യ അറിയാതിരിക്കാനായി ഭർത്താവ് പെടാപ്പാടുപെടുന്നു. സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. നീ ഇത് ഉത്തമനോടൊന്ന് പറയാൻ നിൽക്കണ്ട. അവർക്കൊക്കെ എന്നെ കുറിച്ച് വലിയ വിലയാ, അതങ്ങ് പോവും. ഞാനത് ആരോടും പറയണില്ല. അല്ലെങ്കിലും മോഹനേട്ടൻ എന്നോട് ഭയങ്കര പ്രേമമാണെന്ന് നാട്ടുകാരൊക്കെ അറിയിക്കാൻ പോകുന്ന മോശമല്ലേ? അതെ. പുറമേ ദുശാഠ്യക്കാരനാണെങ്കിലും വില്ലേജ് ഓഫീസറുടെ ഉള്ളു നിറയെ വക്കീലിനോടുള്ള സ്നേഹമാണ്. തനിക്ക് ഭാര്യയോടുള്ള സ്നേഹം അവൾ അറിയുന്നത് നാണക്കേടാണെന്ന് മോഹനകൃഷ്ണൻ കരുതുന്നതാണ് പ്രശ്നം. സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് വില്ലേജ് ഓഫീസറെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.